ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് പകച്ചു നിൽക്കുന്ന അർജുനന് ഭഗവാൻ ഗീതാജ്ഞാനം നൽകുന്നു. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ആദ്യ മഹാവാക്യം തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവ് തൻ്റെ മന്ത്രിയായ സഞ്ജയനോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിലൂടെയാണ് ഈ ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേധായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സർവദ. ബാക്കിയതിലെ ഓരോ മഹാവാക്യവും ഈശ്വരൻ്റേതായ മഹാവാക്യം ആരംഭിക്കുന്നത് 2-ാം അധ്യായത്തിലാണ്. ബാക്കിയെല്ലാം അർജുനൻ തൻ്റെ ഭഗവാനോട്, ഗുരുവും സഖാവും രക്ഷകനും സർവസ്വവുമായ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിലാണ് മറുപടി പറയുവാൻ ആരംഭിക്കുന്നത്. അതായത് അർജുനൻ്റെ മനസ്സിലുള്ള സകല വ്യഥകളും സകല ഉദാസീനതകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങി മനസ്സ് ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഭഗവാന്റെ മഹാവാക്യം ആരംഭിക്കുന്നത്. അത് ഇപ്രകാരമാണ്. ഭഗവാൻ ഉവാച അശോച്യാന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനു ഗദാസുംശ്ച ന അനുശോചന്തി പണ്ഡിത ന അനുശോചന്തി പണ്ഡിത. അല്ലയോ അർജുന, നീ വ്യസനത്തിന് വിഷയീഭൂതന്മാരല്ലാത്തവരെക്കുറിച്ച് ഓർത്തു വ്യസനിക്കുന്നു. വിവേകമുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. പണ്ഡിതന്മാർ അഥവാ ജ്ഞാനികൾ മരിച്ചുപോയവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും ഓർത്ത് വിഷമിക്കുന്നതല്ല. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. അർജുന, ഞാനും നീയും ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാവരും ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. ഈ ശരീരം നശിച്ചു പോയതിനു ശേഷം നാം ആരും ഇല്ലാതാവുകയുമില്ല. ആത്മാവ് ത്രികാലങ്ങളിലും ഭൂതകാലത്തിലും ഭാവികാലത്തിലും വർത്തമാനകാലത്തിലും സ്വരൂപേണ വർത്തിക്കുന്നവരാകുന്നു എന്ന അറിവ് ഭഗവാൻ അവിടെ നൽകുകയാണ് അർജുനൻ. നീ ആത്മാവാണ്, നീ ദേഹമല്ല. അനശ്വരമായ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധ്യമാകില്ല എന്ന സത്യമായ അറിവാണ്. നാശമില്ലാത്ത ഒന്നിനെക്കുറിച്ചുള്ള, സനാതനമായ ഒന്നിനെക്കുറിച്ചുള്ള അറിവാണ് ഭഗവാൻ നൽകുന്നത്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര നമുഹ്യതി. ദേഹസ്ഥനായ ആത്മാവിന്, ദേഹത്തിലിരിക്കുന്ന ഈ ആത്മാവിന്, ഈ ദേഹത്തിൽ ഏതു പ്രകാരമാണോ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ ഉണ്ടാകുന്നത്, അപ്രകാരം തന്നെയാണ് ദേഹാന്തര പ്രാപ്തിയും മറ്റൊരു ദേഹത്തിലേക്ക് പ്രവേശിച്ചാലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അർജുന, നീ വിഷമിക്കേണ്ട. നിന്റെ ശരീരം നശിച്ചാലും ഞാനും നീയും ഈ കാണുന്ന ആരും നശിച്ചു പോകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ അനശ്വരമായ അറിവ് പകർന്നു കൊടുക്കുകയാണ് അർജുനന്.